നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് 88 ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. പിടവത്ത് കുരുമുളക് പറിക്കുന്നതിനിടെ ഗൃഹനാഥൻ കിണറ്റിൽ വീണു. രക്ഷിക്കാനിറങ്ങിയ ഭാര്യയും കുടുങ്ങി. രക്ഷകരായി അഗ്നിരക്ഷാസേന. ഇലഞ്ഞിക്കാവിൽ രമേശനും ഭാര്യ പത്മയുമാണ് കിണറ്റിനുള്ളിൽ കുടുങ്ങിയത്. കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് അവഗണന. മൂവാറ്റുപുഴയിൽ പ്രതിഷേധം സംഘടിപ്പിച്ച CPI. ബജറ്റ് കത്തിച്ചാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KA നവാസ് ഉദ്ഘാടനം ചെയ്തു. മൂവാറ്റുപുഴ താലൂക്കിലെ മികച്ച ലൈബ്രറിയെ തെരഞ്ഞെടുത്തു. ആയവന പഞ്ചായത്തിലെ വിജയ പബ്ലിക് ലൈബ്രറിയാണ് മികച്ച ലൈബ്രറിയെ തെരഞ്ഞെടുക്കപ്പെട്ടത്. വാളകം പബ്ലിക് ലൈബ്രറി പ്രസിഡന്റ് KK മാത്തുക്കുട്ടിയാണ് മികച്ച ലൈബ്രറി പ്രവർത്തകൻ. ഇരുചക്ര വാഹനങ്ങൾ പകുതി വിലയ്ക്കെന്ന് പറഞ്ഞ് കോടികളുടെ തട്ടിപ്പ്. അറസ്റ്റിലായ അനന്തകൃഷ്ണന്റെ രാഷ്ട്രീയ ബന്ധങ്ങൾ അന്വേഷിക്കും. കാഴ്ചാപരിമിതിയുള്ള വനിതകളുടെ തൊഴിൽ പരിശീലനത്തിന് കേരള ബാങ്കിന്റെ കൈത്താങ്ങ്. വൊക്കേഷണൽ ട്രെയിനിംഗ് കം പ്രൊഡക്ഷൻ സെന്ററിലെ വനിതാ തൊഴിൽ പരിശീലന കേന്ദ്രത്തിന് 2 ലക്ഷം രൂപയുടെ ചെക്കും 5 കമ്പ്യൂട്ടറുകളും കൈമാറി. മൂവാറ്റുപുഴ നഗരസഭ 13ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പ്. LDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. റീന ഷെരീഫ് മത്സരിക്കും. 24-നാണ് തെരഞ്ഞെടുപ്പ്. ക്യാൻസർ പ്രതിരോധവും ചികിത്സയും. ക്യാൻസർ പ്രതിരോധ ജനകീയ ക്യാമ്പയിന് തുടക്കമായി. ഫെബ്രുവരി 4 മുതൽ മാർച്ച് 8 വരെയാണ് ആദ്യഘട്ട ക്യാമ്പയിൻ. സ്ഥാപനതല ഉദ്ഘാടനം ഡോക്ടർ സിയോസ് ജെ നിർവഹിച്ചു. എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം മൂവാറ്റുപുഴയിൽ നടത്തപ്പെടും. വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിലായി നെസ്റ്റ് ഓഡിറ്റോറിയത്തിലാണ് സമ്മേളനം സംഘടിപ്പിക്കുന്നത്. വാർത്തകൾ വിശദമായി. പിടവത്ത് കുരുമുളക് പറിക്കുന്നതിനിടെ കിണറ്റിൽ വീണ ഗൃഹനാഥനും രക്ഷിക്കാനിറങ്ങിയ ഭാര്യയ്ക്കും രക്ഷകരായി അഗ്നിരക്ഷാസേന. ഇലഞ്ഞിക്കാവിൽ രമേശനും ഭാര്യ പത്മവുമാണ് കിണറ്റിനുള്ളിൽ കുടുങ്ങിയത്. പരിക്കേറ്റ ഇരുവരും ആശുപത്രിയിൽ ചികിത്സയിലാണ്. പിടവം നഗരസഭ പാറേക്കുന്നിൽ കുരുമുളക് പറിക്കുന്നതിനിടെ മരം ഒടിഞ്ഞ് കിണറ്റിൽ വീണ ഗൃഹനാഥനും രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ കിണറ്റിൽ അകപ്പെട്ട ഭാര്യയ്ക്കും രക്ഷകരായി അഗ്നിരക്ഷാസേന. ചൊവ്വാഴ്ച വൈകിട്ട് 3-ഓടെയാണ് അപകടമുണ്ടായത്. 66-കാരനായ ഇലഞ്ഞിക്കാവിൽ രമേശനാണ് കുരുമുളക് പറിക്കുന്നതിനിടെ മരമൊടിഞ്ഞ കിണറ്റിൽ വീണത്. ഭർത്താവ് കിണറ്റിലേക്ക് വീഴുന്നത് കണ്ട് കയറിൽ തൂങ്ങിയിറങ്ങി രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിനിടയിൽ ഭാര്യയും 56-കാരിയുമായ പത്മവും കിണറ്റിലേക്ക് വീഴുകയായിരുന്നു. ഇവരുടെ ബഹളം കേട്ട് നാട്ടുകാരാണ് അഗ്നിരക്ഷാസേനയെ വിവരമറിയിച്ചത്. അരയോളം മാത്രം വെള്ളം കിണറ്റിലുണ്ടായിരുന്നതാണ് ഇരുവർക്കും രക്ഷയായത്. അഗ്നിരക്ഷാസേന എത്തുമ്പോൾ പരിക്കേറ്റ ഭർത്താവിനെ കിണറിനുള്ളിൽ താങ്ങി നിർത്തിയ നിലയിലായിരുന്നു പത്മം. അഞ്ചടിയോളം വെള്ളമാണ് കിണറ്റിലുണ്ടായിരുന്നത്. സ്ഥലത്തെത്തിയ അഗ്നിരക്ഷാസേന നെറ്റിന്റെ സഹായത്തോടെ ഇരുവരെയും മുകളിലെത്തിച്ചു. തലയ്ക്ക് പരിക്കേറ്റ രമേശനും കൈകളിൽ പരിക്കേറ്റ പത്മവും കൊച്ചിയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കേന്ദ്ര ബജറ്റിനെതിരെ മൂവാറ്റുപുഴയിൽ പ്രതിഷേധം സംഘടിപ്പിച്ച CPI. ബജറ്റിൽ കേരളത്തിന് അർഹമായ വിഹിതം ലഭിക്കാത്തതിനെതിരെയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. ബജറ്റ് കത്തിച്ച് സംഘടിപ്പിച്ച പ്രതിഷേധം CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KA നവാസ് ഉദ്ഘാടനം ചെയ്തു. 2025-26 കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് അർഹമായ വിഹിതം ലഭിക്കാത്തതിനെതിരെ CPI മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബജറ്റ് കത്തിച്ച പ്രതിഷേധം സംഘടിപ്പിച്ചു. കേരളമെന്നൊരു പേരില്ല, വയനാടെന്നൊരു വേദനയില്ല, ബജറ്റ് എവിടെ കാപട്യം, നെഹ്റു പാർക്കിൽ സംഘടിപ്പിച്ച പ്രതിഷേധം CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KA നവാസ് ഉദ്ഘാടനം ചെയ്തു. വ്യാപകമായി വെട്ടിക്കുറയ്ക്കുന്നു. കേന്ദ്രത്തിൽ തന്നെ വെട്ടിക്കുറയ്ക്കുന്നു. ആ വെട്ടിക്കുറയ്ക്കുന്നതോടൊപ്പം തന്നെ സംസ്ഥാനത്തിന് നൽകേണ്ടുന്ന വിഹിതം പോലും നൽകാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് വരുന്നു. നിങ്ങൾക്കറിയാം, നമ്മുടെ താലൂക്ക് ആശുപത്രി ഇല്ലെങ്കിൽ നമ്മുടെ ജില്ലാ ആശുപത്രി, നമ്മുടെ ആശുപത്രികളെല്ലാം പ്രവർത്തിക്കുന്നത് NHM ഫണ്ടിന്റെ വലിയൊരു വിഹിതം കൊണ്ടാണ്. അവിടങ്ങളിൽ ഉദ്യോഗസ്ഥന്മാരെ, ഡോക്ടർമാരെ, നേഴ്സുമാരെ എല്ലാം നിയമിക്കുന്നത് ഈ പറഞ്ഞ കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായത്തോടു കൂടിയാണ്. എന്നാൽ കഴിഞ്ഞ 3.5 വർഷക്കാലമായി ഈ കേരളത്തിന് നേഴ്സുമാർക്ക് കൊടുക്കേണ്ടുന്ന ശമ്പളം പോലും കൊടുക്കാൻ കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് പൈസ തരുന്നില്ല.
കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് പൈസ അടയ്ക്കുന്നില്ല എന്നതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും നേഴ്സുമാർക്കോ ഡോക്ടർമാർക്കോ കേരളത്തിൽ ശമ്പളം കൊടുക്കാതിരുന്നില്ല. നമ്മുടെ കേരളത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് മറ്റ് വികസന പ്രവർത്തനങ്ങൾക്ക് വെച്ചിട്ടുള്ള ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് അത്തരം രംഗങ്ങളെ എന്ന് പറഞ്ഞാൽ ആശുപത്രി പോലെ ആശുപത്രി ഡോക്ടർമാരെയും നേഴ്സുമാരെയും എല്ലാം ശമ്പളം കൊടുത്ത് സംരക്ഷിച്ചു നിർത്തിക്കൊണ്ട് ഈ കേരളത്തിന്റെ ആരോഗ്യ രംഗത്തിന് ഒരു ക്ഷതമേൽക്കാതെ മുന്നോട്ട് കൊണ്ടുപോകുന്ന സമീപനമാണ് കേരളത്തിലെ ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. സ്വാഭാവികമായും മറ്റ് വികസന പ്രവർത്തനങ്ങൾക്ക് വയ്ക്കുന്ന ഫണ്ട് ഈ ബഡ്ജറ്റ് അലോക്കേഷനിലൂടെ കേരളത്തിൽ ലഭിക്കുമെന്ന് കേരളത്തിൽ പ്രതീക്ഷിക്കുന്നു. എന്നാൽ അത് നൽകാൻ കേരളത്തിലെ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാകാതെ വരുന്നതിന്റെ ഭാഗമായി നമ്മുടെ ഫണ്ടുകൾ വെട്ടിക്കുറയ്ക്കേണ്ടി വരികയാണ്. മണ്ഡലം സെക്രട്ടറി ജോളി പൊട്ടയ്ക്കൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ വിൻസെന്റ് ഇല്ലിക്കൽ, പോൾ പൂമറ്റം, VM തമ്പി, KE ഷാജി, ലോക്കൽ സെക്രട്ടറി KP അലിക്കുഞ്ഞ്, നേതാക്കളായ അനിത റിജി, NK പുഷ്പ തുടങ്ങിയവർ പങ്കെടുത്തു. കേരളത്തിലെ നമ്പർ 1 ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറിയായ ജേക്കബ് ജ്വൽസ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയിൽ ന്യൂ ഫാഷൻ ട്രെൻഡി ലൈറ്റ് വെയ്റ്റ് ടൂർണമെന്റ്സ് ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. മൂവാറ്റുപുഴ താലൂക്കിലെ മികച്ച ലൈബ്രറിയായി ആയവന പഞ്ചായത്തിലെ വിജയ പബ്ലിക് ലൈബ്രറിയെ തെരഞ്ഞെടുത്തു. വനിതാവേദി, ബാലവേദി, യുവജനവേദി, വയോജനവേദി, കലാകായിക രംഗത്ത് പ്രത്യേക പരിശീലനം എന്നിവയാണ് വിജയ പബ്ലിക് ലൈബ്രറിയുടെ മികവുകൾ. വാളകം പബ്ലിക് ലൈബ്രറി പ്രസിഡന്റ് KK മാത്തുക്കുട്ടിയെ മികച്ച ലൈബ്രറി പ്രവർത്തകനായും പാലക്കാട് പഞ്ചായത്തിലെ SN പബ്ലിക് ലൈബ്രറിയിലെ വിലാസിനിയെ മികച്ച ലൈബ്രറിയനായും തെരഞ്ഞെടുത്തു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് യോഗമാണ് തെരഞ്ഞെടുത്തത്. 22-ന് പിറവത്ത് നടക്കുന്ന താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെമിനാറിൽ ഉപഹാരങ്ങൾ സമ്മാനിക്കും. ഇരുചക്ര വാഹനങ്ങൾ പകുതി വിലയ്ക്കെന്ന് പറഞ്ഞ കോടികളുടെ തട്ടിപ്പ് നടത്തിയ കേസിൽ അറസ്റ്റിലായ അനന്തകൃഷ്ണന്റെ രാഷ്ട്രീയ ബന്ധങ്ങൾ അന്വേഷിക്കും. എല്ലാ രാഷ്ട്രീയ കക്ഷി നേതാക്കളുമായും അടുപ്പം പുലർത്താനും പൊതുസമൂഹത്തിന് മുന്നിൽ ഈ അടുപ്പം പ്രദർശിപ്പിക്കാനും അനന്തകൃഷ്ണൻ ശ്രമിച്ചിരുന്നു. പ്രതി ഓരോ സ്ഥലത്തും പുതിയ സീഡ് സൊസൈറ്റികൾ ഉദ്ഘാടനം ചെയ്തിരുന്നതും ഇരുചക്ര വാഹനങ്ങൾ കൈമാറിയിരുന്നതും അതാത് സ്ഥലങ്ങളിലെ നേതാക്കളെ കൊണ്ടാണ്. ഈ രാഷ്ട്രീയ നേതാക്കൾക്കൊപ്പമുള്ള ചിത്രങ്ങൾ പോസ്റ്ററുകളായും പ്രചരിപ്പിച്ചിരുന്നു. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. കാഴ്ച പരിമിതിയുള്ള വനിതകളുടെ തൊഴിൽ പരിശീലനത്തിനായി 2 ലക്ഷം രൂപയും കമ്പ്യൂട്ടറുകളും കൈമാറി കേരള ബാങ്ക്. കനിവ് ജില്ലാ പ്രസിഡന്റ് CN മോഹനൻ ഉദ്ഘാടനം ചെയ്തു. പോത്താനിക്കാട് വൊക്കേഷണൽ ട്രെയിനിംഗ് കം പ്രൊഡക്ഷൻ സെന്ററിലെ വനിതാ തൊഴിൽ പരിശീലന കേന്ദ്രത്തിലെ കാഴ്ച പരിമിതിയുള്ള വനിതകളുടെ തൊഴിൽ പരിശീലനത്തിനായാണ് 2 ലക്ഷം രൂപയുടെ ചെക്കും 5 കമ്പ്യൂട്ടറുകളും കൈമാറിയത്. ചടങ്ങിൽ കേരള ബാങ്ക് പ്രസിഡന്റ് ഗോപി കോട്ടമുറിക്കൽ അധ്യക്ഷത വഹിച്ചു. മൂവാറ്റുപുഴ നഗരസഭ 13-ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിലേക്കുള്ള LDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. റീന ഷെരീഫാണ് മത്സരിക്കുന്നത്. വാർഡിലെ സജീവ കുടുംബശ്രീ പ്രവർത്തകയും കിഴക്കേക്കര മഹിളാ സമാജം ട്രഷററുമാണ് റീന. വാർഡംഗം രാജിവെച്ച ഒഴിവിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഫെബ്രുവരി 24-നാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. For admissions call 7594054282. ക്യാൻസർ പ്രതിരോധത്തിനും ചികിത്സയ്ക്കുമായി സംഘടിപ്പിക്കുന്ന ക്യാൻസർ പ്രതിരോധ ജനകീയ ക്യാമ്പയിന് തുടക്കമായി. സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരോഗ്യം ആനന്ദം എന്ന പേരിലാണ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. ലോക ക്യാൻസർ ദിനമായി ഫെബ്രുവരി 4 മുതൽ മാർച്ച് 8 വരെയാണ് ആദ്യഘട്ട ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. ക്യാമ്പയിന്റെ സ്ഥാപനതല ഉദ്ഘാടനം ഡോക്ടർ COS ജെ നിർവഹിച്ചു. എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനം മൂവാറ്റുപുഴയിൽ നടത്തപ്പെടും. വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിലായി മൂവാറ്റുപുഴ നെസ്റ്റ് ഓഡിറ്റോറിയത്തിലാണ് സമ്മേളനം സംഘടിപ്പിക്കുന്നത്. എയ്ഡഡ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷന്റെ 34ാമത് സംസ്ഥാന സമ്മേളനം വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിലായി മൂവാറ്റുപുഴ നെസ്റ്റ് ഓഡിറ്റോറിയത്തിൽ നടത്തപ്പെടും. വിദ്യാഭ്യാസ സെമിനാർ, പ്രതിനിധി സമ്മേളനം, അധ്യാപക പ്രകടനം, സമ്മേളനം, വിദ്യാഭ്യാസ സാംസ്കാരിക സമ്മേളനം, യാത്രയയപ്പ് സമ്മേളനം, വനിതാ സമ്മേളനം തുടങ്ങിയവയാണ് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നതെന്ന് എയ്ഡഡ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷൻ ഭാരവാഹികളായ ജിജി ഫിലിപ്പ്, R അരുൺകുമാർ, S മനോജ്, TN വിനോദ്, ബിനു K വർഗീസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഫെബ്രുവരി 6 വ്യാഴം, 7 വെള്ളി, 8 ശനി എന്നീ ദിവസങ്ങളിൽ മൂവാറ്റുപുഴ നെസ്റ്റ് ഓഡിറ്റോറിയത്തിൽ നടക്കുകയാണ്. ഫെബ്രുവരി 6-ാം തീയതി KHSTA അക്കാഡമിക് കൗൺസിൽ സംഘടിപ്പിക്കുന്ന ഖാദർ കമ്മിറ്റി റിപ്പോർട്ടും പൊതുവിദ്യാഭ്യാസ മേഖലയും എന്ന വിഷയത്തെപ്പറ്റിയുള്ള സെമിനാർ നടക്കുന്നതാണ്. 2-ാം ദിവസം ഫെബ്രുവരി 7 വെള്ളിയാഴ്ച രാവിലെ 9:30 സംസ്ഥാന പ്രസിഡന്റ് പതാക ഉയർത്തുന്നതോടുകൂടി സമ്മേളനത്തിൻ്റെ ഔദ്യോഗികമായ തുടക്കം കുറിക്കുകയാണ്. ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക്
പ്രതിനിധി സമ്മേളനം ബഹുമാനപ്പെട്ട ഹൈബി ഈഡൻ MP ഉദ്ഘാടനം ചെയ്യുന്നു. തദവസരത്തിൽ ശ്രീ ജോസഫ് വാഴയ്ക്കൻ മുഖ്യപ്രഭാഷണം നടത്തുകയും ശ്രീ PP എൽദോസ് മുഖ്യാതിഥിയായി പങ്കെടുക്കുകയും ചെയ്യുന്നു. വൈകുന്നേരം മൂവാറ്റുപുഴ ടൗണിൽ അധ്യാപക പ്രകടനവും തുടർന്ന് മുനിസിപ്പൽ ടൗൺ ഹാളിന് സമീപം പൊതുസമ്മേളനം നടത്തുന്നതായിരിക്കും. ഈ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ശ്രീ M. ലിജു ആണ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ മനോജ് മൂത്തേടൻ മുഖ്യപ്രഭാഷണം നടത്തുന്നു. രാത്രി 7 മണിക്ക് സംഘടനയുടെ പഴയ നേതാക്കന്മാരെ ആദരിക്കുന്ന പൂർവ്വ നേതൃസംഗമം നടത്തുന്നു. രാത്രി 8 മണിക്ക് കലാസന്ധ്യ ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് പൊതുസമൂഹത്തിന്റെ എതിർപ്പിനെ അവഗണിച്ച് നടപ്പാക്കാൻ ശ്രമിക്കുന്ന സർക്കാർ പൊതുവിദ്യാഭ്യാസ മേഖലയെ തകർക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഹയർ സെക്കൻഡറി മേഖലയെ ഹയർ സെക്കൻഡറി ആയിട്ട് തന്നെ +1, +2 സെപ്പറേറ്റ് ആയിട്ട് നിലനിർത്തി ഹയർ സെക്കൻഡറിയെ സംരക്ഷിക്കണം എന്നതാണ് ഹയർ സെക്കൻഡറി അധ്യാപക സംഘടനയായ AHSC മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. അതുപോലെ ഹയർ സെക്കൻഡറിയുമായി ബന്ധപ്പെട്ട പാഠ്യക്രമങ്ങളിലും കരിക്കുലം കമ്മിറ്റിയിലും QIP കമ്മിറ്റിയിലും ഹയർ സെക്കൻഡറി അധ്യാപക സംഘടനയെ ഒഴിവാക്കിയാണ് മുന്നോട്ട് പോകുന്നത്. ഹയർ സെക്കൻഡറിയിലെ വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ട സന്ദർഭത്തിൽ ഹയർ സെക്കൻഡറി അധ്യാപക സംഘടന ഇല്ല എന്നുള്ളത് തികച്ചും വേദനാജനകമായ കാര്യമാണ്. വളരെ നിരന്തരമായിട്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യമാണ് വിദ്യാഭ്യാസ പരിഷ്കാര കമ്മിറ്റികളിലും QIP കമ്മിറ്റികളിലും ഹയർ സെക്കൻഡറി അധ്യാപക സംഘടനയെ ഉൾപ്പെടുത്തണം എന്നുള്ളത്. അസോസിയേഷന്റെ പുതിയ ഭാരവാഹികളെയും സമ്മേളനത്തിൽ തെരഞ്ഞെടുക്കും. ഇളങ്ങവം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞവും തൈപ്പൂയ മഹോത്സവവും 2025 ഫെബ്രുവരി 2 മുതൽ 11 വരെ. ന്യൂസ് എഡിറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.